ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഗൗരിയുടെ അമ്മയാണെങ്കിൽ മഹിയും ഗംഗയും വഴക്ക് പറയുകയാണ്. മഹിയോട് പറയുന്നുണ്ട്, നീ എൻ്റെ മകളെ കൊന്നതാണ്. അതിനുശേഷം വർഷങ്ങളായിട്ട് ഒരുത്തിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിർത്തിയിട്ട് അവളെ ചതിച്ചു. അതിനുശേഷം കൊച്ചിനെ നോക്കാൻ വന്ന വേലക്കാരിയെ തന്നെ നീ വിവാഹം കഴിച്ചു. ഗംഗയും ആ കാര്യത്തിൽ മിടുക്കിയാണെന്നൊക്കെ പറയുന്നുണ്ട്. മഹി അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ കഥയൊന്നും വിളമ്പണ്ട. എൻ്റെ മോളാണെങ്കിൽ ആഹാരം പോലും കഴിക്കുന്നില്ലായിരുന്നു. ഗംഗ കഴിക്കാൻ കൊടുത്തപ്പോൾ മാത്രമാണ് മോള് കഴിച്ചതെന്നൊക്കെ പറയുന്നു. ഗോകുൽ അപ്പോൾ പറയുന്നുണ്ട്, മോളെ നിങ്ങൾ അങ്ങനെ മാറ്റിയതാണെന്നൊക്കെ. മഹി ഗോകുലിനോട് പറയുന്നുണ്ട് മുന്നിൽ നിന്നും മാറാനെന്ന്. ഗോകുൽ അപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നു. രണ്ടുപേരും അടിപിടി ബഹളമാകുന്നു. ബഹളം കേട്ടുകൊണ്ട് മാളുവും അവിടേക്ക് വരുന്നു. ഗോകുൽ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നീ വെറുതെ പോകുമെന്ന് കരുതണ്ടെന്നൊക്കെ. ഗൗരിയുടെ അമ്മയും പറയുന്നുണ്ട്, അതിക്രമിച്ച് കയറിയത് കൊണ്ട് ഈ വീട്ടിൽ നിന്നും അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല എന്ന്. പെട്ടെന്ന് പോലീസുകാർ അവിടേക്ക് വരുന്നുണ്ട്. ഗോകുലും ഗൗരിയുടെ അമ്മയും പറയുന്നുണ്ട്, മഹിയും ഗംഗയും ഇവിടെ അതിക്രമിച്ച് കയറിയതാണ്, കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മകളെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നതെന്ന്. ഗംഗയും പറയുന്നുണ്ട്, ഞങ്ങൾ തട്ടിക്കൊണ്ടൊന്നും പോകാൻ വന്നതല്ല, മാളുവിനെ കാണാൻ വന്നതാണെന്നൊക്കെ. പോലീസുകാർ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവരെ പെർമിഷനോടെയാണോ മോളെ കാണാൻ വന്നതെന്ന്. മഹി അല്ലെന്നൊക്കെ പറയുന്നു. പോലീസുകാർ അപ്പോൾ പറയുന്നുണ്ട്, ഇവർക്ക് കുഞ്ഞിനെ കൊടുത്തിരിക്കുന്നത് കോടതിയാണ്, അപ്പോൾ ഇവരുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. മാളു അപ്പോൾ കരഞ്ഞുകൊണ്ട് ഗംഗയുടെയും മഹിയുടെയും അടുത്തേക്ക് ചെല്ലുന്നു. രണ്ടുപേരെ ഞാൻ വിടത്തില്ല, ഇവരെ രണ്ടുപേരെയും എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ഗോകുൽ അപ്പോൾ പോലീസുകാരോട് പറയുന്നുണ്ട്, ചുമ്മാതങ്ങ് അറസ്റ്റ് ചെയ്യുക എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഇവർ വന്നപ്പോൾ തൊട്ടുള്ള എല്ലാ തെളിവുകളും ഇവിടെയുണ്ട്. ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ വിലങ്ങണിയിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ പോലീസുകാർക്ക് തന്നെയാകും പ്രശ്നമെന്നൊക്കെ പറയുന്നു. പോലീസുകാർ ഉടനെ തന്നെ മഹിയും ഗംഗയും വിലങ്ങണിയിക്കുന്നു. ഗൗരി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ. ഒരു സൈഡിലാണെങ്കിൽ മഹിയും ഗംഗയും, അപ്പുറത്തെ സൈഡിലാണെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പുകളും. എന്ത് ചെയ്യാനാണ് ഞാനെന്നൊക്കെ ഓർക്കുന്നു. മഹിയും ഗംഗയും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് മാളു ബഹളം വെക്കുന്നുണ്ട്, രണ്ടുപേരെയും കൊണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ഗോകുൽ വക്കീലിനെ കാണുന്നു. വക്കീൽ അപ്പോൾ പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് മാളു സ്വന്തമാകും. എന്തായാലും ഗംഗയും മഹിയും വീട്ടിൽ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നതിൻ്റെ എല്ലാ തെളിവും ക്യാമറയിലുണ്ട്. അത് വെച്ച് നമുക്ക് കോടതിയിൽ വാദിക്കാമെന്നൊക്കെ പറയുന്നു. ഗോകുൽ അപ്പോൾ പറയുന്നുണ്ട്, എല്ലാം വക്കീലിന്റെ ബുദ്ധിയാണെന്നൊക്കെ. വക്കീൽ അപ്പോൾ പറയുന്നുണ്ട്, അതിൻ്റെ നന്ദി മാത്രം കാണിച്ചാൽ മതിയെന്നൊക്കെ. ഗംഗയും മഹിയും പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലാണ്. അവിടേക്ക് വക്കീലും അതുപോലെ ദേവയാനിയമ്മയും ശ്രേയയും വരുന്നു. പോലീസുകാരൻ ലോക്കപ്പ് തുറന്ന് രണ്ടുപേരെയും വെളിയിലേക്കാക്കുന്നു. ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ടാണ് ഒരേ ലോക്കപ്പിൽ രണ്ടുപേരെയും ഇട്ടതെന്നൊക്കെ. മഹിയുടെ വക്കീൽ മഹിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനെ കേസ് നിൽക്കുമ്പോൾ എന്തൊരു അബദ്ധമാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയാണെങ്കിൽ മാളുവിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മയും മഹിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഈ ഗംഗയുടെ വാക്ക് കേട്ടിട്ട് നീ എന്തിനാണ് ഇതിനൊക്കെ പുറപ്പെട്ടത്, നിനക്കൊന്ന് ചിന്തിച്ചു കൂടായിരുന്നോ എന്നൊക്കെ പറയുന്നു. ശ്രേയയും പറയുന്നുണ്ട്, ഈ ഗംഗയാണ് എല്ലാവരെയും വഴി തെറ്റിക്കുന്നതെന്നൊക്കെ. മഹി എപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മോളെ കാണാത്തത് കൊണ്ട് എനിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ഗംഗ എന്നെ കൂട്ടിയിട്ട് പോയതാണെന്നൊക്കെ പറയുന്നു. വക്കീൽ ജാമ്യം കിട്ടിയിട്ടുണ്ട്, നമുക്ക് പോകാമെന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് മാളൂനെയാണ്. മാളൂന്റെ അടുത്തേക്ക് ഗോകുലും ഗൗരിയുടെ അമ്മയും ചെല്ലുന്നു. മാളൂനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മഹിയും ഗംഗയും വന്നത് മാളൂനെ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കാനാണെന്നൊക്കെ പറയുന്നു. കോടതിയിൽ വെച്ച് അവരോട് സംസാരിക്കരുത്, അങ്ങനെ സംസാരിച്ചാൽ അവരെ ജയിലിൽ പറഞ്ഞു വിടുമെന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. മാളുവിനൊന്നും ഓർമ്മയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് സന്തോഷമാകുന്നു. ശേഷം കാണിക്കുന്നത് മഹിയാണ്. മഹി ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗംഗ അടുത്തേക്ക് വരുന്നു. മഹി പറയുന്നുണ്ട്, എനിക്ക് മാളു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ. അവൾ ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗൗരി മരിച്ചതിൽ പിന്നെ എനിക്ക് അവൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷ. മാളുവിനെ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മഹി കരയുകയാണ്. ഗംഗ മഹിയെ ചേർത്ത് പിടിക്കുന്നു. മഹി ഗംഗയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, പരമശിവൻ നമ്മളെ രക്ഷിക്കും, ഉറപ്പായിട്ടും മാളു ഇവിടെ തന്നെ ഉണ്ടാകും. മാളുവിനെ ഇത്രയും സ്നേഹിക്കുന്ന അച്ഛൻ്റെ സ്നേഹമാണെങ്കിൽ ദൈവം കാണാതിരിക്കത്തില്ല, ഉറപ്പായിട്ടും നമ്മുടെ കൂടെ തന്നെ മാളു കാണുമെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഗംഗയെ വിശ്വാസമാണ്, ഗംഗ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നു. ഗംഗയുടെ ദൈവം എല്ലാം കേൾക്കുമെന്നൊക്കെ പറയാണ്. ഗംഗ പ്രാർത്ഥിച്ചോളാമെന്നൊക്കെ പറയുന്നു. ശേഷം മഹിയെ ഗംഗ സമാധാനപ്പെടുത്തി കിടത്തിയിട്ട് പോകുന്നു.
ഗംഗ റൂമിലേക്ക് വന്നിട്ട് പരമശിവനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. നാളെ ഞങ്ങൾക്ക് മാളുവിനെ കിട്ടണേ, മാളുവിൻ്റെ ഓർമ്മ തിരിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സമയത്ത് അവിടേക്ക് ഗൗരിയുടെ ആത്മാവും വരുന്നുണ്ട്. ഗൗരി പറയുന്നുണ്ട്, എനിക്കും മാളു ആണെങ്കിൽ ഇവിടെ വരണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ. അമ്മയാണെങ്കിൽ മഹിയേട്ടനെ തെറ്റിദ്ധരിച്ചിട്ടാണ് മാളുവിനെ അവിടെ കൂട്ടിയിട്ട് പോയിരിക്കുന്നത്. ഗോകുലേട്ടനാണെങ്കിൽ വേറെയും ചില ഉദ്ദേശങ്ങളുണ്ടെന്ന് തോന്നുന്നെന്നൊക്കെ പറയുന്നു. ഗംഗ ഗൗരിയോട് പറയുന്നുണ്ട്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ദൈവമാണെങ്കിൽ നമുക്ക് നമ്മുടെ മാളുവിനെ തിരിച്ചു തരും. ഗംഗ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്